കർത്താവേ, കൃപയാൽ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്കായിരിക്കാൻ ദൈവമേ, ഈ ആരാധനയിൽ പങ്കുകൊള്ളുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ദൂരെയായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഈ ആരാധന കാണുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുന്നതിന് ഒരു അനുഗ്രഹവും വിടുതലും ആശ്വാസവും അനുഗ്രഹവും അഭിവൃദ്ധിയുമാക്കി തീർക്കുവാൻ കർത്താവ് സാധിക്കണം. ഒരു നാമത്തിനും കറാട്ടക്കാരനിലേക്ക് താഴ്ന്ന് അനുഗ്രഹിക്കണമേ. വായിച്ച സങ്കീർത്തനായി സ്തോത്രം. എല്ലാ മക്കളെയും കർത്താവ് കാണുവാനായി അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കിരിക്കാം. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന, ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതായ ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ വിവിധ ഇടങ്ങളിൽ ആയിരുന്നു കൊണ്ട് ഇന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോഴും മഹത്വപ്പെടുത്തുമ്പോഴും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനാണെങ്കിലും ആത്മാവ് കൊണ്ട് സമീപസ്ഥനായി നിങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങളുടെ തീരുമാനങ്ങളിലും ജീവിതത്തിലും സഭാപ്രവർത്തനങ്ങളിലും ഞാൻ പങ്കുകൊള്ളുന്നതിനെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശാരീരികമായി നമുക്ക് വിവിധ സ്ഥാനങ്ങളിൽ ആയിരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളണം. ദൈവത്തിന് മുമ്പാകെ നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവ് തന്നോട് കൂട്ടിച്ചേർത്തുള്ള കർത്താവിൻ്റെ മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിലും അവരുടെ നായകനായിട്ടും കർത്താവുണ്ട്. നമ്മെ സംബന്ധിച്ച് സകലത്തിലും അപ്രാപ്തരും അറിവില്ലാത്തവരും കുറവുള്ളവരുമാണ്. എന്നാൽ കുറവില്ലാത്തവനും സകലത്തിൻ്റെ അധികാരം കൈവശമാക്കിയവനായ യേശു നമ്മോടൊപ്പം ഉള്ളതുകൊണ്ട് നാം അതിലൊക്കെയും ജയം പ്രാപിക്കാൻ തക്കവണ്ണം കർത്താവെ നടത്തട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്ന ഓരോ ദിവസവും നമ്മെക്കുറിച്ച് കർത്താവ് പുസ്തകത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവോ ആ വചനത്തിലെത്തി ആ വചനത്തിൻ്റെ നിവർത്തീകരണം പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൽ രണ്ട് ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു. ഒരു മനുഷ്യൻ ലോകത്തിൽ വന്ന് ജനിച്ചാൽ ദൈവത്തിന്റെ പൈതൽ ദൈവത്തിന്റെ ഈ ലോകത്തിൽ വന്ന് ജനിച്ചാൽ അതിന് ഒന്നാമത്തെ ഘട്ടമാണ് അവൻ ദൈവത്തിന്റെ വചനത്തിൽ എത്തിച്ചേരുക എന്നുള്ളത്. രണ്ടാമത്തെ ഘട്ടമാണ് അവൻ വചനമായി തീരുക എന്നുള്ളത്. ആ കാര്യം നമ്മൾ സ്പഷ്ടമായിട്ട് ഓർത്തുകൊള്ളാം. എത്രയോ കാലം ജീവിച്ചു, 10 മക്കളുമായി, ബഹുസമ്പന്നനായി, ജ്ഞാനിയായി, ലോകമെല്ലാം കീർത്തിപ്പെട്ട മനുഷ്യനാണ് ഈ യോബ്. അത് വെറും കഥയല്ല. മസ്കറ്റിലൊക്കെ പോയിട്ട് വരുന്നവർ പറയുന്നത് കേൾക്കണം. ആ മനുഷ്യന്റെ സ്ഥലവും അദ്ദേഹം കുളിച്ച സ്ഥലങ്ങളും കിടന്ന് വിശ്രമിച്ച വേദനപ്പെട്ട സ്ഥലങ്ങളൊക്കെയും അവിടെയുണ്ട്. പക്ഷെ അത്രയും കാലം ആ മനുഷ്യൻ 10 മക്കളോടും ബഹുസമ്പത്തോടുകൂടി ജീവിച്ചിട്ടും വചനത്തിൽ എത്തിച്ചേർന്നില്ല. വചനത്തിൽ എത്തിച്ചേർന്നത് ഒരു ദിവസം അതെല്ലാ മനുഷ്യരും അതിന് ബാധകമുള്ളവരാണ്. നമ്മുടെ ജീവിതം കർത്താവിന് തൃപ്തിയായാൽ ഈ ലോകത്തിൽ കൊള്ളാം. അവൻ കൊള്ളാവുന്നവനാണ്. അവൻ ദൈവഭയമുള്ളവനാണ്, ജീവിക്കുന്നതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കർത്താവ് തന്റെ പുസ്തകത്തിലേക്ക് അവനെ കയറ്റാൻ പോവാ. ഓ, നസറേയന്റെ ജീവിതം ദൈവം നോക്കി. കൊള്ളാം, ദൈവഭയമുള്ളവനാണ്. അരുതാത്ത കാര്യങ്ങളൊക്കെ ഒന്നും അവനിഷ്ടമല്ല. വ്യക്തമായിട്ട് ദൈവഭയത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കുന്ന ഒരു ആഗ്രഹം അവനുള്ളവനാണ്. അങ്ങനെ കർത്താവ് അതിൽ തൃപ്തി പ്രാപിച്ചു കഴിയുമ്പോഴേക്കും ഒരു എഴുത്തുകാരൻ തന്നെ പേനയെടുക്കുന്നത് പോലെ അവൻ എഴുതാൻ പോവാ, പുസ്തകം എടുത്ത് എഴുതാൻ പോവാ. അതായത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിലേക്ക് അവനെ ചേർക്കാൻ പോവാ.
ചേർക്കുന്നതിന് മുമ്പ് ഒരു എതിർവാദമുണ്ട്. പുസ്തകത്തിലേക്ക് ചേർക്കുന്നതിന് മുമ്പ്. അപ്പോഴേക്കും എതിരാളി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരുവാ. ഭൂമിയിലൊക്കെ ഒന്ന് കറങ്ങി ഊടാടി സഞ്ചരിച്ചിട്ട് വരുവാ. ദൈവം നോക്കുമ്പോ എതിരാളി വന്ന് നിൽക്കുന്നു. കൂടെ കുറച്ച് പേരുമുണ്ട്. "നീ എവിടെ പോയെന്ന്?" "ഞാനോ? ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് വരുവാ." എല്ലാവരെയും കണ്ടു. ആരെയൊക്കെ കണ്ട്? എല്ലാവരെയും കണ്ടു. എല്ലാവരും കണ്ടെങ്കിൽ എന്താടാ? പിന്നെ എന്റെ ദാസനായ ഇയ്യോബിനെ നീ കണ്ടോ? നീ കണ്ടോ? എഴുതാൻ പോവാ. അവന്റെ പേര് വചനത്തിലേക്ക് കേറ്റാൻ പോവാ. ആഹാ. അവനെ പോലെ ദൈവഭക്തനും നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ഒറ്റ മനുഷ്യനില്ല. നമുക്കറിയാം. ആ അതാണ് അവൻ. എഴുതാൻ വരട്ടെ. അങ്ങോട്ട് കേറ്റാൻ വരട്ടെ. ഈ കാര്യങ്ങളെല്ലാം ഈ സ്വഭാവം സൽസ്വഭാവം എല്ലാം നിലനിൽക്കുന്നത് എവിടെയാണെന്നറിയാം? അവന് കർത്താവ് ഒരു വേലി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അവനുള്ളതിനൊരു വേലി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അവന്റെ ജീവനൊരു വേലിയുണ്ട്. അവന്റെ പ്രാണനൊരു വേലിയുണ്ട്. ഒരു മനുഷ്യന് വേലി എത്രയാ? 3 വേലി. ഏതൊക്കെയാ? തനിക്കുള്ളതിനുള്ള വേലി, പിന്നെ തന്റെ ജീവനുള്ള വേലി, പിന്നെ തന്റെ പ്രാണനുള്ള വേലി. ഈ 3 വേലിയാ. ഈ 3 വേലി ഉള്ളിടത്തോളം കാലം പിന്നെ അവന് വിശ്വസ്തനായിട്ട് ഇരിക്കാൻ പാടില്ലേ? നിഷ്കളങ്കനായിട്ട് ഇരിക്കാൻ പാടില്ലേ? അപ്പൊ അവിടെ ഒരു തടസ്സം വന്നു. നീതിമാനായ ദൈവം ശരി ഒരു കാര്യം ചെയ്യും. അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കും. അവനെ തൊടരുത്. ആദ്യത്തെ താക്കല്ലാത്തതും തകർത്ത്. താക്കല്ലാത്തതും അവിടെ മുതൽ തുടങ്ങുക. എന്താ തുടങ്ങാൻ? നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം അതിന്റെ സൂക്ഷ്മരൂപം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്ന വചനമാണ്. അതിനു മുമ്പ് യോബിന് ചരിത്രം വേദപുസ്തകത്തിലുണ്ടോ? ഇല്ല. ഇവിടെ പോലെ തുറന്നത് ചേട്ടന്മാര് കർത്താവിന് മുമ്പിൽ സാത്താൻ വരുന്നത്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുന്നത്, ഇയ്യോബിനെ കുറിച്ച് കർത്താവ് സാക്ഷി പറയുന്നത്, അവിടെ മുതൽ പുസ്തകം എഴുതാൻ പോവുക. അവിടെ കൊടുത്തു ശോധന തുടങ്ങി. ഇയ്യോബ് തന്റെ വിശ്വസ്തത വിട്ടില്ല. വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും ഒരു അനുഭവം. സാത്താനോട് കർത്താവ് വീണ്ടും ചോദിച്ചു, നീ എന്റെ ദാസനായ ഇയ്യോബിന്മേൽ ദൃഷ്ടി വെച്ചോ? നീ നോക്കിയേ, അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചല്ലോ. അവനുണ്ടായിരുന്ന മുഴുവൻ നീ നശിപ്പിക്കാനായിട്ട് സമ്മതിപ്പിച്ചില്ലേ? പക്ഷെ ഇപ്പോഴും അവൻ വിശ്വസ്തത നോക്കവന്റെ. അതൊക്കെ ശരിയാ. അവനുള്ളത് എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. പക്ഷെ അവനെ ഒന്ന് തൊട്, അപ്പൊ കാണും. ജീവന് പകരം ജീവൻ. അവൻ അപ്പ എന്ത് പറയുമെന്നറിയാം. വീണ്ടും പ്രശ്നമായി. ശരി, അതും കൂടി ഇരിക്കട്ടെ. കൊടുത്തു. അങ്ങനെ അതും കൊടുത്തു. ശരീരം മുഴുവനും പരുക്കുകളാൽ ബാധിച്ചു. എല്ലാവരും കൈയൊഴിഞ്ഞു. എല്ലാവരും കൈയൊഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം ആരും ശ്രദ്ധിച്ചില്ല. ഇതും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അനേകമധി ജീവചരിത്രങ്ങൾ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറിച്ചുകൊണ്ടിരിക്കുക. സത്യവചനത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുക. ആ വചനത്തിലേക്ക് ഓരോന്നോരോന്നോരോ നമ്മൾ തീയിൽ കൂടിയും വെള്ളത്തിൽ കൂടിയും അതിവേദനയിൽ കൂടിയും എല്ലാം കടന്നു പോകുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ദൈവത്തിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാപുത്രന്മാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഒരാള് വഴിതെറ്റിപ്പോയി. പുസ്തൻ നമ്മൾ ഒരുമിച്ച് ദൈവത്തിനെ ആരാധിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ഏതെങ്കിലും സാധാരണ കണിയിൽപ്പെട്ട് ഒരു പാപത്തിലോ എന്തെങ്കിലും പെട്ട് അകന്നുപോയി കഴിഞ്ഞാൽ സ്വർഗം ദുഃഖിക്കുക. സ്വർഗം ദുഃഖിച്ചതിന് ശേഷം ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് മടക്കി വരുത്താൻ പോവുക.
മടക്കി വരുത്തണമെങ്കിൽ പോയതിന് ഒരു ശിക്ഷ വേണം. തെറ്റ് വന്നതിനൊരു ശിക്ഷ വേണം. അതിന് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശിക്ഷ എങ്ങനെയായി? ശിക്ഷ വന്നതോടുകൂടി നിലവിളിയായി. അതായത് പിടിച്ചാൽ സഹിക്കാൻ പറ്റാത്ത നിലയിൽ സങ്കടമായി, കണ്ണുനീരായി. ഈ ദാവീദിനെ പോലെ സ്വന്തം മകൻ കൊല്ലാനായിട്ട് ഓടിക്കുക. തല മൂടി കണ്ണുനീര് ഒഴുക്കിക്കൊണ്ട് മരുഭൂമിയിൽ കൂടി കയറ്റം കയറുക. എങ്ങും ഏത് സമയത്തും തനിക്ക് നാശം ഭവിക്കാം. ഏത് സമയത്തും തന്നെ കൊല്ലാം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ദാവീദിന്റെ ജീവിതം. എന്നാൽ ഇങ്ങനെ തന്റെ ജീവന് വേണ്ടി പോരാടി കണ്ണുനീരൊഴുക്കി വേദനപ്പെട്ട് ഓടുമ്പോഴും സ്വർഗ്ഗം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സന്തോഷിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? ഇന്ന് ദാവീദ് അനുഭവിക്കുന്നത് എന്താ? ചെയ്ത തെറ്റിന് ദൈവം ന്യായവിധി അയച്ചിരിക്കുക. അതിനെന്താ? സിയോൻ പുത്രിയുടെ മലിനത ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും ദൈവം കഴുകിക്കളയും. ഇത് കഴിഞ്ഞ അവന്റെ പേരെന്നാ എന്ന് പറഞ്ഞു? വിശുദ്ധനാണ്. ഇത് കഴിഞ്ഞാൽ ഊര്യാവിനെ കൊന്നവനാ, അവന്റെ ഭാര്യയെ മോഷ്ടിച്ചെടുത്തവനാ, പുറത്തു പറയാൻ കഴിയാത്ത തെറ്റാണ്, ശാപയോഗ്യനാണ്, മരണയോഗ്യനാണ്. പക്ഷേ കർത്താവ് യഹോവ കഠിനമായി ശിക്ഷിച്ചുവെങ്കിലും മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. കഠിനമായി ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുക. തലയിൽ മുണ്ടിട്ട് കണ്ണുനീരൊഴുകി മുമ്പോട്ട് പോകുമ്പോഴും അറിയാവുന്നവർക്കറിയാം സ്വർഗം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സന്തോഷിച്ചുകൊണ്ടിരിക്കുക. കാരണം ദാവീദ് മരണത്തെ നോക്കിക്കൊണ്ട് ജീവിക്കുന്നു. സ്വർഗം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നാളെ അവൻ വിശുദ്ധനാകുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര ഭയങ്കരം! ദൈവത്തിന്റെ നീതി എത്ര ഭയങ്കരമാണ്! അവിടെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ കടന്നു പോകുന്ന വഴികൾ ഏറ്റവും ദുർഘടമെന്നും സഹിക്കാൻ സാധിക്കാത്തതെന്നും നമ്മൾ വിചാരിക്കും. ശരിയാണ്. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നത് ഈ കൊടും കാറ്റും പെരും കാറ്റും ഈ ദഹനവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ശേഷിക്കുന്ന മിഞ്ചിയിരിക്കുന്ന ഒരു പ്രജയുണ്ട്. അതായത് ശേഷിക്കുമ്പോൾ ആ ശേഷിക്കുന്ന പ്രജയുണ്ടെങ്കിൽ, ശേഷിപ്പുണ്ടെങ്കിൽ, ഇതെല്ലാം കഴിയുമ്പോഴും നീ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ജീവനോടെ ഉണ്ടെങ്കിൽ നിന്റെ പേര് വിശുദ്ധനാണ്. അതാണ് ദൈവം തന്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പുതിയ നിയമസഭ പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് കൂടി കർത്താവിന്റെ ദാസന്മാരും ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പറഞ്ഞ് പലപ്പോഴും ചിരിച്ചു പോകാറുണ്ട്. കോട്ടയത്തെ സഭയിലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സഭയിലെ വിശുദ്ധന്മാരാണ് എന്ന് പറഞ്ഞ് ചിരിക്കാൻ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതോ ഇന്ന സഭയിലെ വിശുദ്ധനാണ് എന്ന് നമ്മൾ പറഞ്ഞ് അകലെ നോക്കുമ്പോൾ പരിഹസിക്കുന്ന തരത്തിലുള്ള ഇത് വാക്കുകളും ഭാവങ്ങളും ഉള്ളിൽ നിന്ന് വന്നു പോകും. കാരണം അവരുടെ ജീവിതം അറിയാവുന്നതുകൊണ്ടാണ്. അതൊക്കെ ഒരു കാലഘട്ടത്തിലേക്ക് സമ്മതിക്കും കർത്താവ്. പക്ഷേ ഇത് അവസാനിക്കുന്നതിന് മുമ്പ് ഈ രണ്ട് കാര്യത്തിൽ കൂടി കടത്തി വിട്ടേ സമ്മതിക്കുള്ളൂ. ഏതൊക്കെ എന്ന് പറഞ്ഞേ? ന്യായവിധിയുടെ കാറ്റും ദഹനത്തിന്റെ കാറ്റും. ഈ രണ്ട് കാറ്റിൽ കൂടി കടത്തിവിടാതെ സമ്മതിക്കില്ല. ആ തീയും കാറ്റും അതിൽ കൂടി കടന്ന് അപ്പുറം കടന്നു കഴിയുമ്പോൾ അവനോട് ചോദിക്കണം. എനിക്കറിയാവുന്നതുണ്ട്. ആ കർത്താവിന്റെ ദാസനോട് ചോദിക്കണം, അല്ലെങ്കിൽ ആ സഹോദരനോട് ചോദിക്കണം. അവർ പറയും, ഉണ്ട്. ഭൂമിയിൽ ആരുണ്ട്? വിശുദ്ധന്മാരെന്ന് പറഞ്ഞ ഒരു കൂട്ടമുണ്ട്. അതെവിടെ ഇരിക്കുന്നു? ഉണ്ട് സഹോദരാ.
ഉണ്ട്. ഇത് അറിയാവുന്നവരുണ്ട്. ഹൃദയത്തെ അറിയാവുന്ന, ദൈവം നോക്കുമ്പോൾ വിശുദ്ധന്മാരായിട്ടുള്ള ഒരു കൂട്ടം ഈ ലോകത്തുണ്ട്. നമ്മൾ പുറമെ നോക്കുമ്പോൾ ശരിയാ. അവിടെ വിശുദ്ധനായിട്ടല്ല, ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല. ദൈവം ഈ 2 വഴികളിൽ കൂടി മറന്നു പോകുന്നു. ഏതൊക്കെ വഴി? ന്യായവിധിയുടെ കാറ്റും ദഹനത്തിന്റെ കാറ്റിൽ കൂടിയും കടത്തി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനം ഇന്ന് ലോകത്തിലുണ്ട്. ഈ 2ഉം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നിർത്തിയതിന് ശേഷം, ഇപ്പുറത്തിറക്കി നിർത്തിയതിന് ശേഷം ഇവനെ വിശുദ്ധനെന്ന് വിളിക്കും. ആര് വിളിക്കും? ഉടയവൻ തന്നെ വിളിക്കും. ഉടയവൻ തന്നെ. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ആയിരിക്കും പണ്ട് ഞാൻ എന്റെ വായ കൊണ്ടും പരിഹസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാരാന്ന് ചോദിച്ചപ്പോ തൈക്കോടം സഭയെന്നുള്ള 2 വിശുദ്ധന്മാരാ. പരിഹാ ആ വെറും വെറും വാക്കല്ല. പരിഹാസം കൊണ്ട് തന്നെ പറഞ്ഞതാ. കാരണം വിശുദ്ധന്മാര് പോയിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത ഒരു ജീവിതമായിരുന്നാ മതി എന്ന് ഇന്ന് ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. അങ്ങനെയല്ല. അതുപോലെ ഒരാളെ കാണാനില്ല എന്നുള്ള നിലയിൽ പരിഹസിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അങ്ങ് മാറും. സുഹൃത്തുക്കളെ, ഇന്ന് നാം കാണുന്ന ഈ അന്തരീക്ഷം അങ്ങ് മാറും. മാറിയതിന് ശേഷം കർത്താവാണ് പുസ്തകം എടുത്തിരിക്കുന്നത്. കർത്താവാണ് പുസ്തകത്തിൽ എഴുതാൻ പോകുന്നത്. വിശുദ്ധനെന്ന്. വിശുദ്ധനെന്ന്. ജീവിതത്തിൽ ശത്രു പറയാനുള്ളതോ? ശത്രു പറയാനുള്ളതോ? ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാമോ? നിന്റെ അവിവേകത്തിലും നശിച്ചു പോയിട്ടുള്ള എത്ര ജീവിതങ്ങളുണ്ടെന്ന് അറിയാമോ? എത്ര പേര്? അത്രയും ജനം, അത്രയും മനുഷ്യർ നീ ഒറ്റയാള് നിമിത്തം നശിച്ചു പോയതാണ്. നിന്റെ കുടുംബം ഇന്ന് കിടന്ന് ഈ അനുഭവിക്കുന്ന അതിവേദന മുഴുവൻ നിന്റെ പിഴവാ. മക്കള് എത്രയോ പഴിച്ചു. എത്രയോ ദോഷത്തിലകപ്പെട്ടു. ഇത് മുഴുവനും സംഭവിച്ചത് അവന്റെ മേല. അതൊക്കെ ശരിയാ, സമ്മതിച്ചു. പക്ഷേ ഇന്ന് കർത്താവ് പുസ്തകത്തിലേക്ക് എഴുതി, ദാവീദ് വിശുദ്ധൻ. ദാവീദ് വിശുദ്ധൻ തന്നെ. ആരും പരിഹസിക്കാനില്ല. ദൈവം നീതീകരിച്ചവനെ കുറ്റം ചുമത്തുന്നതായിരുന്നു. ആർക്കും സാധിക്കില്ല. ആർക്കും സാധിക്കില്ല. ഇന്ന് ദൈവസഭയിൽപ്പെട്ടവനെ കർത്താവ് വിശുദ്ധനും നീതിമാനും നിഷ്കളങ്കനുമെന്ന് സകല ലോകത്തിന്റെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ, പറയുമ്പോൾ ശത്രുവിനെന്നല്ല, ആർക്കും ഒന്നും പറയാൻ സാധിക്കാത്ത നിലയിൽ ദൈവം തന്റെ ജനത്തെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അന്ത്യകാലമാണ്. വചനം പറയുന്ന ഭ്രമിച്ചു നോക്കണ്ട. ഭ്രമിച്ചു നോക്കണ്ട. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ തന്നെയാണ്. നിന്നെ ഈ നിലയിൽ കൊണ്ടുവരുവാൻ, ഈ വിശുദ്ധനെന്ന് വിളിക്കപ്പെടുവാൻ കൊണ്ടുപോകുന്ന വഴികൾ എത്രയാണെന്നറിയാം? അത്ര മാത്രം കഷ്ടത നിറഞ്ഞ വഴിയിൽ കൂടിയാണ് നിന്നെ കൊണ്ടുപോകുന്നത്. എന്ത്? ഒറ്റ കാര്യം മാത്രം. സകലത്തിന്റെയും സകല വാദത്തിന്റെയും അവസാനമാകുന്നു. ഇന്നലെ വരെ ഇത് ആരംഭിക്കുന്നതിന് മുമ്പ് വരെ നീ വിശുദ്ധനെന്ന് പറഞ്ഞാൽ പലരും പല ആക്ഷേപവും പറയും. എന്നാൽ പരീക്ഷയെല്ലാം കഴിഞ്ഞ്, ശോധനയെല്ലാം കഴിഞ്ഞ്, ന്യായവിധിയുടെ കാറ്റും ദഹനത്തിന്റെ കാറ്റും എല്ലാം കഴിഞ്ഞ് കർത്താവ് എഴുന്നേറ്റു. ഇയ്യോബിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോവാ. സാത്താൻ എവിടെ? ഇല്ല, കാണുന്നില്ല. കാരണം ന്യായവിധിയുടെ കാറ്റ് പോയി. ദഹനത്തിന്റെ കാറ്റ് കഴിഞ്ഞു. ഇനി ഒരക്ഷരം അവനെക്കുറിച്ച് പറയരുത്. ഇയ്യോബിനെ കുറിച്ച് ഒരക്ഷരം പറയാൻ പാടില്ല. അവൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞു. ആ കാലം കഴിഞ്ഞു. ഈ തീയിൽ കൂടിയും ഈ ദഹനത്തിൽ കൂടിയും കടന്നു വന്നപ്പോൾ അവൻ അതിൽ നശിച്ചു പോയിരുന്നെങ്കിൽ ശരിയാ, നീ പറയണ ശരിയാ. പക്ഷെ അവൻ നശിച്ചു പോയിട്ടില്ല. ദൈവം അവനെ കരുതി. കർത്താവ് മനസ്സിലാകുന്നില്ല. പലർക്കും മനസ്സിലാകുന്നില്ല എന്ന്.
വെറും വാക്കല്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന വാക്കുകളാണ്. ഇതെന്താ എനിക്ക് സംഭവിക്കുന്നേ? ഞാൻ ആരാ? ഞാൻ ഇന്നലെ വരെ ആരായിരുന്നു? ഇന്ന് ആരാ? നാളെ ഞാൻ ആരായിത്തീരും? എന്താ ഈ സംഭവിക്കുന്നതിന്റെ പൊരുളെന്താ? സംശയമാണ്. നീതിമാനും സകലത്തെയും അറിയുന്നവനായ ഒരു ദൈവം, സകലതും കഴിയുന്നവനായ ഒരു ദൈവം ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ, ഇന്ന് ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ച് ദിനംപ്രതി നിമിഷങ്ങൾ കഴിക്കുന്ന ജീവിതങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ ഇതിലൊന്നും ഒരനുതാപവും ഇല്ല. മനുഷ്യന്റെ ലക്ഷ്യം എവിടെ? ദൈവത്തിന്റെ ലക്ഷ്യം എവിടെ? മനുഷ്യന്റെ ആഗ്രഹം എന്ത്? ദൈവത്തിന്റെ ആഗ്രഹം എന്ത്? യോബ് പറയുന്നത് ഈ കാലഘട്ടം, ഈ അതിവേദന ഒന്ന് തീരുന്നവരെ എവിടെയെങ്കിലും എനിക്കൊന്ന് പോയി ഒളിച്ചിരുന്നിട്ട് ഈ കഷ്ടകാലത്തിന് സമയം കഴിയുമ്പോൾ വന്നെങ്കിൽ എന്തുമാത്രം ആ മനുഷ്യൻ വിഷമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തുമാത്രം ആ മനുഷ്യൻ വിഷമിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് ഞാൻ പറന്നു പോയിട്ട് ഒന്ന് വിശ്രമിച്ചിരുന്നതിന് ശേഷം എനിക്കൊരു 10 വർഷമാണ് എനിക്ക് ഈ കഷ്ടകാലമെങ്കിൽ 10 വർഷം കഴിഞ്ഞ് ഞാൻ വന്നാ മതിയല്ലോ. അത്രമാത്രം വിഷമിച്ചു. ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയല്ല കാണുന്നത്. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയല്ല കാണുന്നത്. സ്വർഗം ഉറ്റ് സന്തോഷിക്കുന്ന അനുഭവം ഉണ്ടെന്ന് ഓർത്തുകൊള്ളണം. നാം ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നതാണ്. ചുറ്റുമുള്ളവർക്ക് നമ്മളെ കാണാം. നമുക്ക് ചുറ്റുമുള്ളവരെ കാണാൻ പാടില്ല. നമ്മുടെ ഒരു കാല് പിഴച്ചാൽ ആ സമയത്ത് ആർപ്പുണ്ടാക്കുന്നത് ശത്രുവിന്റെ പാളയത്തിലാണ്. എന്നാൽ ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്ന് എസ്തർ പറഞ്ഞതുപോലെ ഈ ബിംബത്തെ അവൻ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് തീരുമാനം പറഞ്ഞതുപോലെ തന്റെ ഭക്തന്മാർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന കാലഘട്ടമായിരിക്കട്ടെ. നിശ്ചയം നിശ്ചയം ദൈവം നമ്മെ നടത്തിക്കൊണ്ടു പോകുന്ന വഴി ചെറുതല്ല. കർത്താവിന് സ്തോത്രം. ഫലമില്ലാത്ത വൃക്ഷത്തിന് ഏറില്ല എന്ന് നമ്മൾ ജാതികളുടെ പറയും. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. തന്റെ മക്കളാണെങ്കിൽ ദൈവം ശിക്ഷിക്കുന്നു. ഇതിനൊക്കെയും ഒരു ഉദ്ദേശമുണ്ടെന്ന് ഓർത്തുകൊള്ളണം. അവന്റെ മഹത്വം പ്രാപിപ്പാനാണെന്ന്. നിങ്ങളുടെ ജഡപ്രകാരമുള്ള പിതാക്കന്മാർ നിങ്ങളെ ശിക്ഷിച്ചപ്പോൾ നിങ്ങൾ അനുസരിച്ച് പോന്നില്ലേ? അവരെന്തിനാ ശിക്ഷിച്ചത്? അവർക്ക് തോന്നിയ പ്രകാരവും കുറെ കാലത്തേക്കും തോന്നിയ വിധത്തിലും അവർ ശിക്ഷിച്ചത്. എന്നാൽ ഇവൻ അങ്ങനെയല്ല. തെറ്റ് ദോഷം നീങ്ങിപ്പോയതിനു ശേഷം, വിശുദ്ധനായി തീർന്നതിന് ശേഷം തന്റെ മഹത്വം പ്രാപിപ്പാനാണ് അവൻ ഈ ചെയ്യുന്നത്. സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവനാമത്തിന് മഹത്വം കൊടുക്കാം. ദൈവം പ്രവർത്തിക്കട്ടെ. യോബ് പറഞ്ഞതുപോലെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും എന്നുള്ള തീരുമാനം എന്നുണ്ടെങ്കിൽ നിശ്ചയം ലക്ഷ്യം കാണുമ്പോൾ ഓർത്തുകൊള്ളാം. ഇന്ന് കർത്താവ് നമുക്ക് വെറുതെ തരുന്ന ദൂതല്ല. ഓർത്തുകൊള്ളണം. സൂക്ഷ്മമായി പരിശോധിച്ചാൽ തെറ്റ് നമ്മുടെ കയ്യിൽ തന്നെ. തെറ്റ് നമ്മുടെ വശത്ത് തന്നെ. അവൻ കുറ്റമറ്റവൻ. എന്നിട്ടും ആ തെറ്റും കുറ്റവും എല്ലാം ഇല്ലാതെയാക്കി വിശുദ്ധനെന്ന് വിളിക്കപ്പെടാൻ തക്കവണ്ണം അവൻ നമ്മെ നടത്തുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നതോടൊപ്പം ഇന്നും നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നെന്നറിഞ്ഞ് നിങ്ങളധികം സന്തോഷിക്കുകയും സ്വർഗത്തോടുകൂടി സന്തോഷിപ്പാൻ ഈ വേദനയിലും തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നിന്നെ മാനിക്കും. സംശയം വേണ്ട. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, നടത്തട്ടെ. കർത്താവിന് സ്തോത്രം. നാം കടന്നു പോകുന്നു. കർത്താവേ, ഈ ന്യായവിധിയുടെ കാറ്റും ഈ ദഹനത്തിന്റെ കാറ്റും എന്ന് തീരും. എന്നായിരുന്നാലും നീ ആഗ്രഹിക്കുന്ന കാലത്തോളം ഞാനിത് സഹിക്കാനും
കർത്താവ് ഉദ്ദേശിക്കുന്ന നിലയിൽ ഞാൻ എത്തിച്ചേരുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നിരുന്ന പ്രതിസന്ധികളെയും പ്രതികൂല കാറ്റുകളെയും നേരിടുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാണ്. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും, പ്രതികൂലങ്ങൾ അനവധി വന്നാലും തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ, തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. ഭയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ, ഭയൊന്നൻ ആനന്ദമായി വന്നാലും എതിരുയർ